ഹായ് എവർക്കും നമസ്കാരം. ആടാ 24/7 ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ RRB NTPC നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ നല്ലൊരു ജോലി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു സുവർണ്ണ അവസരം തന്നെയാണ് ഈ RRBയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സാധാരണ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കാണ് കൂടുതലും നമുക്ക് NTPC നമ്മുടെ റെയിൽവേയിലേക്ക് ഒരു ഇത് വരുന്ന ALP ആയാലും ടെക്നീഷ്യൻ ആയാലും ഇനി വരുന്ന ഗ്രൂപ്പ് ഡി ആയാലും ഗ്രൂപ്പ് ഡിയിൽ കോമൺ ആയിട്ട് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ട്. എന്നാലും മെജോറിറ്റി ITI കഴിഞ്ഞ ആൾക്കാർക്ക് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് അതല്ലെങ്കിൽ പാരാമെഡിക്കൽ അങ്ങനെയുള്ള ഇതിലെ ഒരു എന്താ പറയുക ഒരു മേജർ പോസ്റ്റുകളും ആ ഒരു ലെവലിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ NTPC എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല പോസ്റ്റുകൾ, നല്ല സാലറി സ്കെയില്, അതുപോലെ തന്നെ എന്താ പറയുക നല്ല റെപ്യൂട്ടബിൾ ജോബ്സ്, അങ്ങനെയുള്ള ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ജോലി പ്രവേശനം നേടാനുള്ള അവസരമാണ് ഈ NTPC കൊണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിതിൻ്റെ എക്സാംസ് ഒക്കെ വരുന്ന ഏകദേശം റെയിൽവേയുടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള JEയുടെ ആയാലും അതുപോലെ ALPയുടെ ആയാലും RRB ടെക്നീഷ്യൻ്റെ ആയാലും RPFൻ്റെ ഒക്കെ ആയാലും എക്സാം ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ NTPCയുടെ എക്സാം ഡേറ്റ് വരാനുണ്ട്. ഇനി ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വരാനുണ്ട് അല്ലേ? അപ്പോൾ ഈ NTPCയുടെ എക്സാം ഡേറ്റ് ഏകദേശം നമ്മൾ 2025 ഏപ്രിലോടെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം മറ്റ് പരീക്ഷകൾക്കെല്ലാം ഏകദേശം ഒരു 7-8 മാസത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാം ഡേറ്റ് വരത്തേക്ക് ഒരു 7 മാസം അല്ലെങ്കിൽ ഒരു കുറഞ്ഞ 6 മാസത്തെ എന്താ പറയുക ഗ്യാപ്പ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഒരു 6 മാസം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു മാർച്ച് ഏപ്രിൽ സമയത്താവാനാണ് നമുക്ക് ഈ ഒരു പരീക്ഷ നടക്കാൻ സാധ്യത 2025 അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നന്നായിട്ട് പഠിച്ചു തുടങ്ങണം. അപ്പോൾ പഠിച്ചു തുടങ്ങാൻ സ്റ്റാർട്ട് അല്ലെങ്കിൽ പഠനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടാവാം. എങ്ങനെ പഠിക്കണം, ഏത് പഠിക്കണം, അതൊരു സ്ഥലത്ത് നിൽക്കും. ഇനി നമ്മൾ പഠിച്ചത് മതിയോ? ഓൾറെഡി നമ്മൾ SSCക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി അത് മതിയാവുമോ RRBക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്, NTPCക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മൾ തുടങ്ങണോ, ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യണോ, അങ്ങനെയുള്ള ഒത്തിരി ഡൗട്ട്സ് നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ പ്രധാനമായിട്ടും ഈ SSCക്ക് പ്രിപ്പയർ ഓൾറെഡി ഈ സെൻട്രൽ എക്സാംസ് നോക്കുന്ന ആൾക്കാരെല്ലാം SSC CGLൻ്റെ CHSLൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഓൾറെഡി പ്രിപ്പയർഡ് ആണ്, എക്സാം എഴുതിയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ വിചാരം ഞങ്ങൾക്ക് ഇത് മതിയോ സാറേ, അല്ലെങ്കിൽ എന്താണ് ഇനി നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും നോക്കണോ? അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കാര്യത്തിലേക്ക് കടക്കാം. SSCയുടെയും NTPCയുടെയും ഓക്കെ SSC പരീക്ഷയ്ക്കുള്ള ആ ഒരു പഠനം മതിയാവുമ്പോൾ നമുക്ക് എന്താണ് NTPC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ രണ്ട് പരീക്ഷകളിലും പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കണം. എന്നിട്ടല്ലേ നമ്മൾ തീരുമാനിക്കാൻ പറ്റൂ അല്ലേ, എന്താണ് ഇത് പഠനം നമുക്ക് കൂടുതൽ വേണോ കുറച്ച് മതിയോ ഇത് മതിയോ എന്നുള്ളത്. എന്തായാലും പഠനം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുന്നത് അതാണ് അല്ലേ. നമുക്കിപ്പോൾ SSCയുടെ മതിയാണെങ്കിൽ പോലും നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തുകൊണ്ടിരിക്കണം. കറണ്ട് അഫയേഴ്സ് ലെവലുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ GK കാര്യങ്ങൾ അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കുമ്പോഴത്തേനും നമ്മുടെ എന്താ പറയുക പൂജവെപ്പൊക്കെ വന്നിരിക്കുന്നതാണ്. വരുന്ന ദിവസങ്ങൾ 12-ാം തീയതി 13-ാം തീയതി ഒക്കെ ആയിട്ടാണ് നമ്മുടെ എന്താ പറയുക വിജയദശമി മഹാനവമിയൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു വിജയദശമിക്ക് അതായത് നന്നായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പഠനം സ്റ്റാർട്ട് ചെയ്യാം. NTPCയുടെ ആയാലും ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെയും പഠനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഡാ 24/7 മലയാളം നിങ്ങൾക്കായിട്ടൊരു സ്പെഷ്യൽ ഓഫർ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ പൂജ ഓഫർ കൊണ്ടുവന്നിട്ടുണ്ട്. ഡബിൾ വാലിഡിറ്റി നേടാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. അതോടൊപ്പം മാക്സിമം പ്രൈസ്, ഏറ്റവും കുറഞ്ഞ ചിലവിൽ കോഴ്സസിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് പഠിക്കാനുള്ള അവസരമാണ് തുറന്നു വന്നിരിക്കുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് നോക്കുക, ഡബിൾ വാലിഡിറ്റി എല്ലാ ലൈവ് ബാച്ചിനും, അതുപോലെ കേരള മെഗാ പാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, നമ്മുടെ ഇവിടെ നമ്മൾ ചെയ്യുന്ന എല്ലാ ലൈവ് ക്ലാസ്സുകളും ഒറ്റ പാക്കിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മൾട്ടിപ്പിൾ പർച്ചേസിങ് നിങ്ങൾ നടത്തേണ്ട, അല്ലെങ്കിൽ വേറെ പരീക്ഷയ്ക്ക് വേറെ എന്താ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ പാക്കിലൂടെ നിങ്ങൾക്ക് എല്ലാ കോഴ്സിൻ്റെ ആക്സസ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വരുന്ന ഡബിൾ വാലിഡിറ്റി കിട്ടുമ്പോൾ നോർമലി അതിന് 6 മാസമാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ വാലിഡിറ്റി വരുന്നത്. ഡബിൾ വാലിഡിറ്റി വരുമ്പോൾ 6+6 1 വർഷത്തെ വാലിഡിറ്റി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ 1 വർഷം വരുന്ന എല്ലാ പരീക്ഷകൾക്കുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ആ ഒരു മെഗാ പാക്കിലൂടെ പോസിബിലിറ്റി സാധ്യമാകും കേട്ടോ. അപ്പോൾ അതാണ് മെഗാ പാക്ക്. ഈ ഒരു ഓഫർ സമയത്ത് ഈ ഡബിൾ വാലിഡിറ്റി ഉള്ളപ്പോൾ മെഗാ പാക്ക് വാങ്ങിക്കുന്നു പറയുന്നത് കാരണം അതാണ് കേട്ടോ. അത് ഇൻഡിവിജ്വൽ ബാച്ചസ് ആയിട്ട് ഇപ്പോൾ NTPCയുടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ NTPCയുടെ വാങ്ങിക്കാം, സെക്രട്ടേറിയറ്റിന് വേണമെന്നുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ പർച്ചേസ് ചെയ്യാം. എല്ലാത്തിനും ഈ ഒരു പൂജ ഓഫർ നമുക്ക് അവൈലബിൾ ആണ്. നല്ലൊരു സ്റ്റാർട്ടിങ് തന്നെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പൂജയിലൂടെ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് സമയമുണ്ട്. ഇപ്പോൾ റെയിൽവേയുടെയൊക്കെ എക്സാം ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുള്ള സമയമുണ്ട്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത് നമ്മൾ നോക്കുന്നത് SSC പരീക്ഷയുടെ, ഞാൻ CHSLൻ്റെ കാര്യം എടുത്തിരിക്കുന്നത്. CHSL CGL വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വേരിയേഷൻസേ ഉള്ളൂ. അപ്പോൾ എന്നാലും സിലബസ് ഒക്കെ ഏകദേശം സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ CHSLൻ്റെ കാര്യം തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു CHSL പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള അതിൻ്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുക, റീസണിംഗ് ഉണ്ട്, GK ഉണ്ട്, അതുപോലെ മാത്സ് ഉണ്ട്. നമുക്ക് എന്ത് വേണ്ട, ഇംഗ്ലീഷ് NTPCക്ക് വേണ്ട, പക്ഷേ SSCക്ക് എന്ത് വേണം, ഇംഗ്ലീഷ് വേണം. ഓക്കെ, ഈ 3 കാര്യങ്ങൾ എന്തായാലും നോക്കി വെച്ചിരിക്കുക. ഇത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്.
ഇനി നമ്മൾ നേരെ NTPCയുടെ പാറ്റേണിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് NTPCയുടെ പരീക്ഷാ പാറ്റേൺ ആണ്. NTPCയുടെ പരീക്ഷാ പാറ്റേണിലേക്ക് വരുമ്പോൾ അവിടെയും GK വേണം, മാത്സ് വേണം, റീസണിങ് വേണം, ഇംഗ്ലീഷ് വേണ്ട. ഈ 3 കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ രണ്ടിലും കോമൺ ആണ്. അതായത് SSCയുടെ പരീക്ഷയ്ക്ക് ആയിക്കോട്ടെ, ഇത് SSCയുടെ ആണ്, SSCയുടെ ആയിക്കോട്ടെ, അതുപോലെ NTPCയുടെ ആയിക്കോട്ടെ, ജനറൽ ഇൻ്റലിജൻസും അതുപോലെ മാത്സും പിന്നെ എന്താണ് GKയും രണ്ടിനകത്തും കോമൺ ആണ്. രണ്ടിനകത്തും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ പഠിക്കേണ്ട എക്സാം പാറ്റേണിൽ വന്നിട്ടുള്ള ആ കാര്യങ്ങൾ നോക്കുക. ആ 3 സബ്ജക്റ്റ്, ആ 3 സെക്ഷൻസ് നമുക്ക് എന്താണ് കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് നമുക്ക് റെയിൽവേ എക്സാംസിന് വേണ്ട കേട്ടോ. അപ്പോൾ ഇനി നോക്കുക, ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഇത് നമ്മുടെ എന്താ പറയുക, NTPCയുടെ CBT 2-ന് വരുന്നതും എന്ത് തന്നെയാണ്, ഇത് തന്നെയാണ് കേട്ടോ. CBT 2-ന് വരുന്നതും സെയിം കാര്യങ്ങൾ തന്നെയാണ്. GKയും മാത്സും അതുപോലെ റീസണിങ്ങും ആണ് പഠിക്കേണ്ടി വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പറിൽ മാത്രമേ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ക്വസ്റ്റ്യൻ നമ്പറിൽ മാർക്കിൽ മാത്രമേ കുറച്ച് വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. ഇതിൽ 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മറ്റേതിനകത്ത് CBT 1-നകത്ത് എന്തായിരിക്കും ഉണ്ടാവുന്നത്, 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ മാത്സിനകത്തായാലും GKക്കകത്തായാലും അതുപോലെ റീസണിങ്ങിനകത്തായാലും രണ്ടിനകത്തും കോമൺ ആയിട്ടുള്ള പോർഷനാണ്. അതാണ് SSCക്കകത്തും ഉണ്ട്, അതുപോലെ നമ്മുടെ റെയിൽവേ എക്സാംസ് അതേപോലെ NTPCക്കകത്തും ഉണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് നോക്കുക. സിലബസ് നോക്കുക. ഇത് നമ്മുടെ SSCയുടെ സിലബസ് ആണ്, CHSLന്റെ സിലബസ് കേട്ടോ. SSCയുടെ സിലബസ് ആണ്. അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഈ സെക്ഷൻ നമുക്ക് വേണ്ട. ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വേണം, അതുപോലെ ഇംഗ്ലീഷ് വേണ്ട, GKയും നമുക്ക് എന്ത് ചെയ്യണം, വേണം. ഓക്കെ, അപ്പോൾ അതിൽ റീസണിങ്ങിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നോക്കുക. ലോജിക്കൽ റീസണിങ് നിങ്ങൾക്ക് പഠിക്കണം, ആൽഫ ന്യൂമറിക് സീരീസ് വേണം, റാങ്കിങ് ഡയറക്ഷൻ ആൽഫബറ്റ് ടെസ്റ്റ് നിങ്ങൾക്ക് അതിനകത്ത് വേണം, ഡാറ്റ സഫിഷ്യൻസി വേണം, കോഡഡ് ഇൻഇക്വാലിറ്റീസ് വേണം, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വേണം, പസിൽ വേണം, ടാബുലേഷൻ ഉണ്ട്, സില്ലോജിസം, ബ്ലഡ് റിലേഷൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ട്, കോഡിംഗ് ആൻഡ് ഡീകോഡിങ്. അത്രയും സെക്ഷൻസ് ആണ് നമുക്ക് അതിനകത്ത് വേണ്ടി വരുന്നത്. ഇനി അത് QAയിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലായിടത്തെയും പോലെ സിംപ്ലിഫിക്കേഷൻ ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, മിക്സ്ചർ ആൻഡ് അലിഗേഷൻസ് ഉണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സഡ്സ് ആൻഡ് ഇൻഡിസസ്, അതായത് നമ്മുടെ എക്സ്പോണൻസും സ്ക്വയർ റൂട്ട്, എന്താ പറയുക, സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ട് അങ്ങനെയുള്ള കൺസെപ്റ്റൊക്കെ. പിന്നെ ടൈം ആൻഡ് വർക്ക് ഉണ്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്, മെൻസുറേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ പഠിക്കാനായിട്ടുണ്ട്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഉണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്, നമ്പർ സിസ്റ്റംസ് ഉണ്ട്, സീക്വൻസ് ആൻഡ് സീരീസ് ഉണ്ട്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഉണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇനി നോക്കുക. GK എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി, കൾച്ചർ, ജോഗ്രഫി, എക്കണോമിക്സ്, അതുപോലെ ജനറൽ പോളിസി, സയൻറ്റിഫിക് റിസർച്ച് ഉണ്ട്, അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് ഉണ്ട്, ബുക്സ് ആൻഡ് ഓതേഴ്സ് ഉണ്ട്, കറണ്ട് അഫേഴ്സ്, പിന്നെ സ്പോർട്സ്, GK, ഇന്ത്യൻ പൊളിറ്റി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിൽ ചുരുക്കി ഇത്രയും പോർഷൻ എന്ന് പറഞ്ഞാലും റീസെൻ്റ് ആയിട്ട് കറണ്ട് അഫേഴ്സ് ലെവലിൽ നമുക്ക് വിവിധ മേഖലകളിലുണ്ടായത് സയൻസ് ആൻഡ് ടെക്നോളജി ആവാം, പൊളിറ്റിക്സിലാവാം, അതുപോലെ തന്നെ സ്പോർട്സിലാവാം, ഇൻ്റർനാഷണൽ ലെവലിലാവാം, നാഷണൽ ലെവലിലാവാം. അപ്പോൾ ഈ ഒരു മേഖലയിലെല്ലാം പ്രാധാന്യമുള്ള ഈ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് എന്തായിരിക്കണം, അതിനകത്ത് പഠിക്കേണ്ടതായിട്ട് വരും. ഇത് SSCയുടെ സിലബസ് ആണ്. SSCക്കകത്ത് നമുക്ക് പഠിക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. നമ്മുടെ NTPCയുടെ സിലബസിലേക്ക് വരുമ്പോഴത്തേക്കും NTPCയുടെ സിലബസിലേക്ക് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള സിലബസിലേക്ക് ആകുമ്പോഴത്തേക്കും മാത്സിൻ്റെ കാര്യം എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. നമ്പർ സിസ്റ്റം പഠിക്കാനുണ്ട്, നമുക്ക് ഇവിടെയും വേണം, അതുപോലെ ഏതിനകത്തും ഉണ്ട്, നമ്മുടെ SSCക്കകത്തും ഉണ്ട്. അതുപോലെ ഡെസിമൽസ്, നമ്പർ സിസ്റ്റം, ഡെസിമൽസും ഫ്രാക്ഷൻസും എല്ലാം നമ്പേഴ്സിനകത്ത് കയറി വരുന്നതാണ്. LCM HCF ഉണ്ട്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ രണ്ടിനകത്തുണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്, മെൻസുറേഷൻ ഉണ്ട്, ടൈം ആൻഡ് വർക്ക് ഉണ്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, എലമെന്ററി ഓൾജിബ്ര ഉണ്ട്, ജോമെട്രി ആൻഡ് ട്രിഗണോമെട്രി ഉണ്ട്, എലമെന്ററി സ്റ്റാറ്റിക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് നമ്മുടെ പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, പ്രോബബിലിറ്റി കിടപ്പുണ്ട്. അത് ഇതിനകത്ത് വന്നിട്ടില്ല. എലമെന്ററി സ്റ്റാറ്റിക്സ് വന്നിട്ടുണ്ട്, അതുപോലെ എലമെന്ററി ഓൾജിബ്രയും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് മാത്രമാണ് അതിനകത്തുള്ള ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത്. പക്ഷേ അധികമൊന്നുമില്ല. മേജർ ടോപ്പിക്സും മേജർ കാര്യങ്ങളെല്ലാം രണ്ടിനകത്തും പഠിക്കേണ്ടത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ, ആ ടോപ്പിക് അനുസരിച്ച് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ രണ്ടിനകത്തും വന്നിട്ടുള്ള ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഇനി റീസണിംഗ് നോക്കുക. അനലോഗീസ് ഉണ്ട്, കംപ്ലീഷൻ ഓഫ് നമ്പേഴ്സ് ആൻഡ് ആൽഫബറ്റിക്കൽ സീരീസ് ഉണ്ട്, അവിടെ ആൽഫ ന്യൂമറിക് സീരീസ് ഉണ്ട്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഉണ്ട്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, അതുപോലെ റിലേഷൻഷിപ്പ്, ബ്ലഡ് റിലേഷൻ അവിടെ ഉണ്ട്, അനലിറ്റിക്കൽ റീസണിംഗ് അവിടെ ഉണ്ട്, സില്ലോജിസം, ജംബ്ലിംഗും ഉണ്ട്, അതുപോലെ വെൻ ഡയഗ്രാമും അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ പസിൽസ് ഉണ്ട്, ഡാറ്റ സഫിഷ്യൻസി, സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെന്റ് കോഴ്സ് ഓഫ് ആക്ഷൻ, ഡിസിഷൻ മേക്കിംഗ്, മാത്സ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഗ്രാഫ്സ്, അതായത് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ അതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്.
ഓൾമോസ്റ്റ് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം എന്താണ് സെയിം ആണ്. ഒന്നോ രണ്ടോ ടോപ്പിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താണ് വേരിയേഷൻ അതിൽ മാറിയിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടി വരും. അതിൽ ഈ എലമെന്ററി ഓൾജിബ്ര എന്ന് പറയുന്നതും എലമെന്ററി സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നതും ഒത്തിരി ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു 10ാം ക്ലാസ് തലത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ, അതായത് മീൻ, മീഡിയൻ, മോഡ് സ്റ്റാറ്റിക്സിനകത്ത് വരുന്നതാണ്. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത് അതിനകത്ത് പഠിക്കേണ്ടതായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളൊരു മാത്സിൻ്റെ റീസണിങ്ങിൻ്റെ സിലബസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾക്ക്, അതായത് 2 പരീക്ഷകൾക്ക്, അത് SSCക്കകത്തായാലും നമ്മുടെ റെയിൽവേയുടെ NTPCക്കകത്തായാലും പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, ബാക്കിയുള്ളത് GK ആണ്. GK വൈഡ് ആയിട്ടുള്ള ഏരിയ. ഞാൻ ഈ പറഞ്ഞ പോലെ വിവിധ മേഖലകളിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. കറണ്ട് ഇവന്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്, ഗെയിംസ് ആൻഡ് സ്പോർട്സ്, ആർട്ട് ആൻഡ് കൾച്ചർ ഉണ്ട്, ഇന്ത്യൻ ലിറ്ററേച്ചർ ഉണ്ട്, മോണുമെന്റ്സ് ആൻഡ് പ്ലേസസ് ഓഫ് ഇന്ത്യ ഉണ്ട്, ജനറൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ് ഉണ്ട്. അപ് ടു 10th CBSE 10ാം ക്ലാസ്സിലെ CBSE ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അതേപോലുള്ള ജനറൽ സയൻസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഉണ്ട്, അതുപോലെ ഇന്ത്യ ഹിസ്റ്ററി, അതുപോലെ ഫ്രീഡം സ്ട്രഗിൾ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ എക്കണോമിക്സ്, ജോഗ്രഫി ഓഫ് ഇന്ത്യ ഉണ്ട്, ഇന്ത്യ ആൻഡ് വേൾഡ് ഉണ്ട്, ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവർണൻസ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ട്. ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും എക്കണോമിക്സ് ആയാലും പൊളിറ്റി ആയാലും നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കണം. പിന്നെ എല്ലാത്തിനകത്തും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ കറണ്ട് ഇവന്റ്സ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു മേഖല നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടും പഠിച്ചു വയ്ക്കുക. പിന്നെ ഇതിന് അഡീഷണൽ ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റം, ജനറൽ സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഇൻക്ലൂഡിംഗ് സ്പേസ് ആൻഡ് ന്യൂക്ലിയർ പ്രോഗ്രാം ഓഫ് ഇന്ത്യ. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നാഷണൽ ലെവലിൽ നടക്കുന്ന മാറ്റങ്ങൾ, റീസെൻ്റ് ഇതുള്ള കറണ്ട് അഫയേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പിന്നെ UN ആൻഡ് അതർ ഇമ്പോർട്ടൻറ്റ് വേൾഡ് ഓർഗനൈസേഷൻസ്, അതുപോലെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് കൺസേണിങ് ഇന്ത്യ ആൻഡ് വേൾഡ് അറ്റ് ലാർജ്. അപ്പോൾ ഇത് അഡീഷണൽ ആയിട്ട് നമ്മൾ കുറച്ച് മേഖലകൾ, സ്റ്റാറ്റിക് GK നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യേണ്ടവരും പഠിക്കേണ്ടതുണ്ട് കേട്ടോ. വലുത് ചെറുത്, ഇന്ത്യയിലെ വലുത് ചെറുത്, ലോകത്തിലെ വലുത് ചെറുത്, അതുപോലെ വിവിധ അപ്പോയിൻമെൻറ്റ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ അതിനകത്ത് പഠിക്കേണ്ടി വരും. അതുപോലെ സ്റ്റാറ്റിക് GK നമുക്ക് അതിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ SSCക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും NTPC പഠിക്കുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഓൾറെഡി അവർ CHSL പരീക്ഷയ്ക്കും അതുപോലെ CGL പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അഡീഷണൽ ആയിട്ട് വേണ്ട കാര്യങ്ങളും കൂടെ മാത്രം എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ SSCക്ക് പഠിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും NTPC പുഷ്പം പോലെ വളരെ നിസ്സാരമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് വേണ്ടിയിട്ട് പരീക്ഷ കഴിഞ്ഞു, SSC പരീക്ഷ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇനി പഠനം സ്റ്റോപ്പ് ചെയ്യരുത്. അത് മതി, ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും NTPC എക്സാം വരുന്നത്. അപ്പോൾ അത്രയും സമയം ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ലാസ്റ്റ് നിമിഷം നമ്മൾ എടുത്ത് 1 മാസത്തിന് മുമ്പൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ എടുത്ത് വെച്ച് നോക്കാൻ പോകുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. കാരണം ആ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ മറക്കും. വീണ്ടും നമ്മൾ ഫ്രഷ് ആയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, SSCക്ക് പഠിച്ചിട്ടുള്ള ആൾക്കാരോടാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് കൊണ്ടുപോകുക. അതിന് കൂടുതൽ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളും ഇതിൽ സിലബസിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുക, ആഡ് ഇൻ ചെയ്യുക കേട്ടോ. അങ്ങനെ വേണം നിങ്ങളൊരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അല്ലാതെ SSCക്ക് ഞാൻ പഠിച്ചു എന്നും പറഞ്ഞ് പഠിക്കാതിരിക്കരുത്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ലാസ്റ്റ് നിമിഷം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയായിരിക്കും. സിമ്പിളായിട്ട് പോയി SSCയുടെ CGL പരീക്ഷയുടെ അത്രയും കട്ടി NTPCക്ക് വരത്തില്ല. അത്രയും ടഫായിട്ടുള്ള ക്വസ്റ്റൻസ് ഒന്നും വരത്തില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പഠനവും അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനും നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തുള്ള പരീക്ഷ ഡേറ്റ് വരട്ടെ എന്നും പറഞ്ഞ് ഒരിക്കലും കാത്തിരിക്കരുത്. പെട്ടെന്നായിരിക്കും ചിലപ്പോൾ വരുന്നത്. ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന 2025 അവർ ചിലപ്പോൾ ഈ ഡിസംബറിൽ നടത്തി എന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ കിട്ടുന്ന സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അങ്ങനെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അഡ 247 മലയാളത്തിൽ നിങ്ങൾക്ക് ബാച്ച് വന്നിട്ടുണ്ട്. NTPCയുടെ ബാച്ച് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഓൾറെഡി സെക്കൻഡ് ബാച്ചാണ്. ഫസ്റ്റ് ബാച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് ബാച്ചാണ്. ഇനി തേർഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഉടനെ. തേർഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മാസം ഒക്ടോബർ 28, അതായത് ഒക്ടോബർ 28 തേർഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തായിരിക്കും, പുതിയ ബാച്ച് ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സ്റ്റോറിൽ കാണുക, ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ. നമ്മളുണ്ട് നിങ്ങളെ കൂടെ. തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന NTPC പരീക്ഷ തീർച്ചയായിട്ടും നേടിയെടുക്കാൻ പറ്റും. ആ പോസ്റ്റും ആ ജോലിയുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്, വീഡിയോ ഉണ്ട്, ചാനലിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളതെല്ലാം നോക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ പൂജ ഓഫർ അനുസരിച്ച് നമ്മുടെ ഇതിനകത്ത് മെഗാ പാക്കിന് നിങ്ങൾക്ക് എത്രയായിരിക്കും, 1 ഇയർ വാലിഡിറ്റി ഉണ്ടായിരിക്കും കേട്ടോ. 1 ഇയർ വാലിഡിറ്റി ഉണ്ടായിരിക്കും. ആ ഡബിൾ വാലിഡിറ്റി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. SSCക്ക് പഠിക്കുന്ന ആൾക്കാരായാലും പുതിയ ആൾക്കാരായാലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിലുള്ള സമയമുണ്ട്. ആ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതെങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഏതൊക്കെ പഠിക്കണം, എവിടെ നിന്നാണ് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. കോഴ്സ് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. എങ്ങനെ ചെയ്യുന്നത്, അതെങ്ങനെ ജോയിൻ ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ,
ത്രോട്ടിൽ ചെറിയ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഒരു ഇതായിട്ട് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, സോറി. അപ്പോൾ നമുക്ക് വെബ്സൈറ്റിലോ അഡാ 247 ആപ്പോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കോയിൻസ് റെഡീം ചെയ്ത് അതിനകത്ത് നിന്നും എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ഡിസ്കൗണ്ട് നേടാൻ പറ്റും, മാക്സിമം ഡിസ്കൗണ്ട്. കാരണം നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പർട്ടിക്കുലർ നമ്പർ ഓഫ് കോയിൻസ് കിട്ടും. അതിനകത്ത് ഫ്രീ എക്സാംസ് ഉണ്ട്. അതുമല്ല, നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. ഈ കോയിൻസ് എല്ലാം പറ്റി നമുക്ക് പുതിയൊരു കോഴ്സോ ഒരു പ്രോഡക്റ്റോ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റെഡീം ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ മാക്സിമം ഡിസ്കൗണ്ട് നേടാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിപ്പോൾ വെബ്സൈറ്റിൽ അത് അവൈലബിൾ അല്ല, അത് ആപ്പ് വഴിയേ ഉള്ളൂ. അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ലിങ്ക് ഉണ്ട്. അത് യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ ഓൾ കോഴ്സസ് വരിക, സ്റ്റേറ്റ് എക്സാംസ് എടുക്കുക, കേരള സ്റ്റേറ്റ് എടുക്കുക, അവിടെ കേരള റെയിൽവേ, ഇനി മഹാപാക്ക് ആണെങ്കിൽ കേരള മഹാപാക്കിലേക്ക് വരിക. കേരള മഹാപാക്കിൽ ഇപ്പോൾ തന്നെ ഡബിൾ വാലിഡിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. 4705 രൂപയാണ് പ്രൈസ്. ഇപ്പോൾ നമുക്കത് Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കേട്ടോ. അത് ഓൾറെഡി ഞാൻ പർച്ചേസ് ചെയ്തുകൊണ്ട് അത് വന്നിരിക്കുന്നത്. അഡാ 247 വരിക. ഓൾ കോഴ്സസ് വരിക, സ്റ്റേറ്റ് എക്സാംസ് കേരള മഹാപാക്കിൽ വരിക. കേരള മഹാപാക്കിൽ വന്നതിന് ശേഷം ബൈ നൗ കൊടുക്കുക. ബൈ നൗവിൽ Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക കേട്ടോ. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം 800 രൂപയോളമാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത്. 3905 രൂപയ്ക്ക് ഒരു വർഷം വാലിഡിറ്റി കേട്ടോ. 6+6 മന്ത് 3905 രൂപയ്ക്ക് ഒരു വർഷം വാലിഡിറ്റി. അപ്പോൾ 3900 രൂപ സ്പെൻഡ് ചെയ്താൽ മതി. ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫക്റ്റീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ സാധ്യമാകും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് വേണ്ട, ഇതിപ്പോൾ മെഹാപാക്കാണ്, നമുക്ക് ഇനിയിപ്പോൾ റെയിൽവേയുടെ മാത്രം മതി, NTPCയുടെ മാത്രം മതി എന്നുണ്ടെങ്കിൽ കേരള റെയിൽവേ എന്നുള്ള സെക്ഷനിൽ പോവുക. അവിടെ നമ്മുടെ ബാച്ച് അവൈലബിൾ ആണ്. ഇനി JEEക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ JEEയുടെ ബാച്ച് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ CBT 1-ൻ്റെയും CBT 2-ൻ്റെയും കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കുമ്പോഴത്തേനും ഇന്നിപ്പോൾ ഓഫർ അപ്ഡേറ്റ് ആകുമ്പോഴത്തേനും എന്തായിരുന്നു നിങ്ങൾക്ക് അതിൻ്റെ പുതിയ ബാച്ചായിരിക്കും അതിനകത്ത് സ്റ്റോറിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. പുതിയ ബാച്ചായിരിക്കും സ്റ്റോറിൽ കാണാൻ പറ്റുന്നത്. ഇതായിരിക്കത്തില്ല, ഇത് ഓൾറെഡി സെക്കൻഡ് ബാച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ബാച്ചായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ആ ബാച്ച് നമുക്ക് സ്റ്റോറിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കി വയ്ക്കുക, ജോയിൻ ചെയ്യേണ്ടതാണ്. ഏകദേശം ഈ ഒരു എമൗണ്ടിൽ തന്നെ 2700 രൂപ, 200 രൂപ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. 2245 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി Y907 എന്നുള്ള കൂപ്പൺ കോഡാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. Y907 എന്നുള്ള കൂപ്പൺ കോഡ്, Y907 എന്നുള്ള കൂപ്പൺ കോഡായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരുന്നത്, യൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇത്രയും വേഗം പഠിച്ചു തുടങ്ങുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ആവശ്യത്തിന് സമയമുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ എക്സാമിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യരുത്, ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. എല്ലാ കാര്യമായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ വീണ്ടും ഒരു സെഷനുമായിട്ട് കാണാം. താങ്ക് യു ആൾ.